ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ റൂബീസ് കാറ്റലോഗ്. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനാവശ്യമായിട്ടുള്ള ചെമ്മീൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ്. ഇതിലേക്ക് 2 സവാളയും 2 തക്കാളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 ഇല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് കുറേ നേരം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് ഷേപ്പായി കിട്ടിയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ്റെ കളറൊക്കെ ചേഞ്ചായി ഷേപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാൻ വെക്കുക. അതിലേക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിൽ തന്നെ പിന്നെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ഏലക്കായും 2 ഗ്രാമ്പും 2 പട്ടയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയാൽ നമുക്ക് പച്ചമുളകും സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.